ലോകത്ത് ഒരു കരുത്തുറ്റ നേതാവിന് ഉദയം കൊണ്ട് മുന്നേറി വന്ന ഒരാളാണ് ഇറാഖിന്റെ സദാം ഹുസൈൻ. ആ അദ്ദേഹത്തിന് ശരിക്കു പറഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞു ഇതാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരു കാര്യം അറബ് രാജ്യങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു. കഴിവുറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കഴിവുറ്റൊരു മനുഷ്യൻ ഉയർന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കൊപ്പം നിൽക്കുക, ഇതൊക്കെയായിരുന്നു വേണ്ടുന്നത്. അല്ലാതെ ആ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാനും ഒക്കെ ആയിരുന്നില്ല വേണ്ടുന്നത്. അതൊക്കെയാണ് സൗഹാർദ്ദതയും സഹോദരവും സ്നേഹവും എന്നൊക്കെ പറയുന്നത്. ആ ഒരു മനുഷ്യൻ തല ഉയർത്തി വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അമേരിക്ക വേട്ടയാടി അയാളെ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. അന്ന് ഈ മുസ്ലിം എല്ലാം എവിടെ ആയിരുന്നു? ഈ മുസ്ലിം രാജ്യങ്ങൾ എവിടെ ആയിരുന്നു? മുസ്ലിം ആൾക്കാരെവിടെ ആയിരുന്നു? ഇന്ന് നരേന്ദ്രമോദിജിയുടെ നാവം നനങ്ങിയാൽ കിടന്ന് പൊട്ടിക്കുന്ന ഈ ടീമുകളൊക്കെ എവിടെ പോയിരുന്നു? കഴിവുറ്റൊരു നല്ലൊരു സദാം ഹുസൈൻ എപ്പോഴും വളരെ ഞാനും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അന്ന് എവിടെ പോയിരുന്നു? ഈ അറബ് രാജ്യങ്ങളൊക്കെ എവിടെ പോയിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അല്ലേ? അന്ന് ഇവിടുത്തെ ഭാരതത്തിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് കാത്തും പാർത്തും ഇരിക്കുന്ന നിജശക്തികളുണ്ടല്ലോ അല്ലെ? അന്ന് അവരെല്ലാം എവിടെ പോയിരുന്നു? ഭാരതത്തിന്റെ മുകളിൽ പല അഭ്യാസങ്ങളും ട്രംപ് നടത്തി നോക്കി. പക്ഷെ ഒന്നും വില പോയില്ലെന്ന് ട്രംപിനെന്നല്ല എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അന്ന് മനസ്സിലാക്കണം, കഴിവുറ്റൊരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഒരു പോരാക്രമല്ല, നന്മയാണ്. പലർക്കും അത് ഗുണം ചെയ്യും. അങ്ങോട്ട് ചൊറിയാൻ ചെല്ലുന്നവനെ അവനെ ഇല്ലാതാക്കേണ്ടുന്നതും ഉന്മൂലനം ചെയ്യേണ്ടതും ആവശ്യം തന്നെയാണ്. അല്ലാതെ അവനെ തലോടി അവന് മാപ്പ് കൊടുക്കുകയല്ല വേണ്ടുന്നത്. ലോക ശാന്തി ആര് കൊണ്ടുപോകുന്നോ അവർക്കൊപ്പം നിൽക്കാൻ അവിടെ മനുഷ്യരാശി ശ്രമിക്കണം. അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കരുത്. അതാ വേണ്ടുന്നത്. ഇവിടെ ഈ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളും അങ്ങില്ലാതായി കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തോ സംഭവങ്ങളായി മാറും എന്നൊക്കെ ഉള്ള ആ ആവശ്യമില്ലാത്ത ചിന്തകൾ ഈ രാജ്യത്തിനകത്തുള്ളതെന്ന പോലെ തന്നെ ലോകരാജ്യത്ത് പലയിടത്തും അതൊക്കെ ഉണ്ട്. പലർക്കും പലരുടെയും ചിന്തയിലുണ്ട്. അതെല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് സദാം ഹുസൈനെ പോലുള്ളൊരു വലിയ കഴിവുറ്റ ധീരനായ ഒരു നേതാവിന്റെ അന്ത്യം. അത് വലിയൊരു വേദന ഉണ്ടാക്കിയ കാര്യമാണ്. നരേന്ദ്രമോദി ഒന്ന് നാവനക്കിയാൽ 10,000 കുറ്റം കണ്ടുപിടിക്കുന്ന അണ്ണന്മാരെ എന്നിപ്പോൾ ഇവിടെ ഉള്ളൂ. അതൊക്കെ കളഞ്ഞ് രാജ്യത്തിനെ നയിക്കാൻ ശേഷിയും പ്രാപ്തിയുള്ളവർക്കൊപ്പം നിൽക്കാൻ പഠിക്കിനിയെങ്കിലും എല്ലാവരും. അതാണ് അനിവാര്യവും, അതാണ് ആവശ്യവും. ലോകത്തിന് ശാന്തി സമാധാനമാണ് വേണ്ടുന്നത്. അശാന്തി പരത്തുന്ന ഒരു മനുഷ്യനെയും ഭൂമിക്ക് മുകളിൽ വെക്കണമെന്ന് നിയമവുമില്ല. അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ശാന്തിയും സമാധാനവും തരുന്ന ഓരോ വ്യക്തികളെയും അവരാരാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് നിറത്തിലുള്ളവരാണെങ്കിലും അവരെ വാനോളം ഉയർത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് വേണ്ടുന്നതും. അതാണ് പ്രപഞ്ച നിയമവും നീതിയും. എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.